കുട്ടി സഖാക്കൾ എന്ന പേജ് വൈറലായി ഹിറ്റായി. കാണടാ, കണ്ടുപഠിക്കേ. കണ്ടോ, പാർട്ടിയോട് ആത്മാർത്ഥതയുള്ള മാതാപിതാക്കൾ ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. കണ്ടോ, കുഞ്ഞുങ്ങളെ ചെറുപ്പം മുതലേ കണ്ടോ, 3ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുഞ്ഞാണെന്ന് ഓർത്തണം. ആ കുഞ്ഞിനെ ആ ചെറു പ്രായത്തിൽ തന്നെ കൊടിയെടുത്ത് കയ്യിലോട്ട് കൊടുത്തു. ആ കുഞ്ഞിനെ രാഷ്ട്രീയം പഠിപ്പിച്ചുകൊണ്ടിരിക്കുക. വെറും രാഷ്ട്രീയമല്ല, കക്ഷി രാഷ്ട്രീയം പഠിപ്പിച്ചുകൊണ്ടിരിക്കുക. അങ്ങനെയാണ് ആത്മാർത്ഥതയുള്ള പാർട്ടിയോട് ആത്മാർത്ഥതയുള്ള മാതാപിതാക്കൾ ചെയ്യേണ്ടത്. മനസ്സിലായോ? ദേ കണ്ടില്ലേ, ആ കുഞ്ഞുങ്ങൾക്ക് ഇപ്പൊ സ്വീകരണം വരെ ലഭിക്കുന്നത്. ആ കുഞ്ഞുങ്ങളെ സ്റ്റേജെ കൊണ്ട് ഇരുത്തിയിരിക്കുന്നു. ദേ വലിയ വലിയ ആൾക്കാരൊക്കെ ഉണ്ട്. സുനിൽ പി ഇളയുടെ എന്ന് പറഞ്ഞ അദ്ദേഹമൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബുദ്ധിജീവിയല്ലേ. അപ്പോൾ അദ്ദേഹമൊക്കെ ഈ കാര്യത്തിൽ സഹകരിക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് അത്രയ്ക്കും അത് നല്ല കാര്യമായതുകൊണ്ട് അദ്ദേഹമൊക്കെ സഹകരിക്കുന്നത്. മനസ്സിലായോ? പിണറായി വിജയൻ സഖാവിന് പോലും ഇത്ര ആത്മാർത്ഥത പാർട്ടിയോടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല കേട്ടോ. കാരണം അദ്ദേഹത്തിന്റെ മകളെയോ രാഷ്ട്രീയത്തിലോട്ട് ഇറക്കിയില്ല, കൊച്ചുമകനെയോ ഇറക്കിയില്ല. തെളിവുണ്ട്, കാണണോ? കണ്ടോ, അതാ ഞാൻ പറഞ്ഞത്. പിണറായി വിജയൻ സഖാവ്, ഞാൻ പറയട്ടെ, നമ്മുടെ ഈ പാർട്ടി നിലനിൽക്കണം എന്നുണ്ടെങ്കിൽ അടുത്ത തലമുറയ്ക്കും കൂടെ ഇത് പകർത്തി കൊടുക്കണ്ടേ? സഖാവ് എന്താ ചെയ്തേ? അവരെ പഠിപ്പിച്ചു, മകളെ പഠിപ്പിച്ചു. മകള് സ്വന്തമായിട്ട് IT കമ്പനി നടത്തുന്നു. കൊച്ചുമകൻ CBSE സ്കൂളിലാണ് പഠിക്കുന്നത്. വിദ്യാഭ്യാസം കൊടുക്കുക, വലിയ സ്കൂളിലാണ് ചേർത്തിരിക്കുന്നത്. അതേസമയം ഈ ചെറുപ്രായത്തിൽ അവർക്കും കൂടെ ഈ പാർട്ടി കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞു കൊടുക്കണ്ടേ? അടുത്ത തലമുറയും കൂടെ ഉണ്ടെങ്കിലല്ലേ ഉള്ളൂ ഈ പാർട്ടി നിലനിൽക്കത്തുള്ളൂ. അതെന്താ ചെയ്യാത്തത്? അതൊക്കെ ഇവര് കണ്ടോ, പാർട്ടി അണികൾ എന്നൊക്കെ പറഞ്ഞ് ചെയ്യുന്ന കണ്ടില്ലേ? ഇതൊക്കെ ശരിക്കും പറഞ്ഞല്ലോ പിണറായി വിജയൻ സഖാവിന് പോലും ഒരു മാതൃകയാണ്, മറ്റ് നേതാക്കൾക്കും മാതൃകയാണ്. അതായത് മറ്റ് പാർട്ടി നേതാക്കൾ പോലും ഇതൊക്കെ കണ്ടുപഠിക്കണം. അവരെന്താ ചെയ്യുന്നത്? അവരവരുടെ കുഞ്ഞുങ്ങളെ പഠിപ്പിച്ച് വളർന്ന് വലുതായി കഴിയുമ്പോഴത്തേക്ക് അവർക്ക് താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം അവർ രാഷ്ട്രീയത്തിലേക്ക് വരും. അതാണോ ചെയ്യണ്ടേ? ഇത് ബുദ്ധി ഉറക്കുന്നതിന് മുമ്പ് വേണ്ട ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കാനായിട്ട്. അത് അവർ ചെയ്യുന്നില്ല, അത് ഇവർ ചെയ്യുന്നു. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഞാൻ ഈ കാര്യത്തിൽ ഇവരുടെ ഒപ്പം തന്നെയാണ്. പിന്നെ ആകെപ്പാടെ പിണറായി വിജയൻ സഖാവ് ചെയ്ത ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ കുഞ്ഞുങ്ങളെ വീഡിയോ കോൾ വിളിച്ചു കേട്ടോ. അത് അവർക്ക് വലിയ സന്തോഷമായി, അവരെ ഒന്ന് പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തു. അത് തന്നെ വലിയ കാര്യം. നമുക്ക് ആ വീഡിയോ ഒന്ന് കാണാം. ഹലോ ഹലോ, മോനിപ്പോ ഏത് ക്ലാസ്സിലാ പഠിക്കുന്നത്? 3ാം ക്ലാസ്സിലാ. അതാരാ കൂടെയുള്ളതാരാ? വൈസ് പ്രസിഡന്റ്. ഓഹോ, അപ്പൊ പ്രസിഡന്റും വൈസ് പ്രസിഡന്റും എല്ലാം കൂടെ ഉണ്ടല്ലേ? ഉഷാറല്ലേ? മെറ്റയോട് എന്തായി? അത് നിലവിലൊന്നും ആയിട്ടില്ല, ഞങ്ങൾ കൊടുത്തിട്ടുണ്ട്. ശരി. പുതിയൊരു അക്കൗണ്ട് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഓ നല്ലത്. കണ്ടോ, ഇത്രയെങ്കിലും ചെയ്തല്ലോ. ആ കുഞ്ഞുങ്ങൾക്ക് എന്തുമാത്രം സന്തോഷമായല്ലേ? പ്രത്യേകിച്ച് അവരുടെ മാതാപിതാക്കൾക്കും എന്തുമാത്രം സന്തോഷമായി സഖാവ് ഒന്ന് വിളിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് അല്ലേ? പിന്നെ ഇവരുടെ പേജ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇവരെ ഒരുപാട് പേര് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. അതുപോലെ കമന്റുകളൊക്കെയാ, ലാൽ സലാം എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ലവ് ചിഹ്നവും പിന്നെ ഒത്തിരി കാര്യങ്ങൾ ഇവരെ ആൾക്കാർ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. വളരെ നല്ല കാര്യമാണ്, നിങ്ങൾ അങ്ങനെ സപ്പോർട്ട് ചെയ്യണം. പിന്നെ വേറൊരു കാര്യം കൂടെ എനിക്ക് പറയാനുണ്ട്, നിങ്ങൾ ഇവരെ ഇങ്ങനെ സപ്പോർട്ട് ചെയ്താൽ മാത്രം പോരാ കേട്ടോ, പ്രവർത്തിക്കണം. അതായത് നമ്മൾ ഈ വാക്കുകൊണ്ട് അല്ലെങ്കിൽ ഈ എഴുത്തുകൊണ്ട് മാത്രം നമ്മളിവരെ സപ്പോർട്ട് ചെയ്താൽ പോരല്ലോ. നമ്മൾ നമ്മുടെ കുഞ്ഞുങ്ങളെയും കൂടെ ഇതുപോലെ ഈ ചെറുപ്രായത്തിൽ തന്നെ നമ്മൾ രാഷ്ട്രീയത്തിലോട്ട് ഇറക്കണം. അങ്ങനെ ചെയ്യണം, അങ്ങനെ പ്രവർത്തിക്കണം. അല്ലാതെ നമ്മളിപ്പോൾ ഈ കുഞ്ഞുങ്ങളെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്നിട്ട് മാത്രം കാര്യമില്ലല്ലോ. അപ്പോൾ എല്ലാവരും അങ്ങനെ ചെയ്യണം, അതാണ് അതിൻ്റെ ശരി. എന്തായാലും സന്തോഷമുണ്ട് കേട്ടോ. ശാഖയ്ക്ക് പോയില്ലല്ലോ, ചാണകത്തിൽ ചവിട്ടിയില്ലല്ലോ, അത് തന്നെ വലിയ സമാധാനം. ഇതിനിടയ്ക്ക് കുട്ടി സഖാവ് എന്ന് പറഞ്ഞ പേജ് മെറ്റയെ കൊണ്ട് പൂട്ടിച്ചിരിക്കുന്നത് ആര്? VD സതീശൻ സാറേ. VD സതീശൻ സാർ നൈസായിട്ട് വിളിച്ചു പറഞ്ഞിരിക്കുക മെറ്റേനെ. ഹലോ മെറ്റയല്ലേ, ഞാൻ ഈ കുട്ടി സഖാവ് എന്ന് പറഞ്ഞൊരു പേജ് ഇവിടെ തുടങ്ങിയിട്ടുണ്ട്, അത് നമുക്ക് ദോഷം ചെയ്യും, അതൊന്ന് നൈസായിട്ടൊന്ന് ഡിലീറ്റ് ചെയ്ത് കളയാവോ എന്ന് പറഞ്ഞു. അവരുടെ മെറ്റ അങ്ങോട്ട് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞിരിക്കുന്നു. നിങ്ങൾ ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ഡിലീറ്റ് ചെയ്യും? ഒരു പേജല്ലേ നിങ്ങൾക്ക് ഡിലീറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ചങ്കിലെ കൊടി മായ്ക്കാൻ പറ്റത്തില്ലല്ലോ മക്കളെ. ഈ വിഷയത്തിൽ കുറെ ആൾക്കാർ കിടന്നുകൊണ്ട് ചൊറിയുന്നുണ്ട്. അത് എന്തിനാണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. അവര് മാതാപിതാക്കൾ, അവർക്ക് ഇഷ്ടമുള്ള പോലെ അവരുടെ കുഞ്ഞുങ്ങളെ വളർത്തും. അതിന് നിങ്ങൾക്ക് എന്തോന്നടേ? കുട്ടികളുടെ അവകാശങ്ങൾ, കുട്ടികൾ പഠിക്കേണ്ട പ്രായത്തിൽ പഠിക്കണം, അവർ കളിച്ച് നടക്കേണ്ട പ്രായമാണെന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ എന്തിനാണ് ഉപദേശിക്കുന്നത്? അവർ മാതാപിതാക്കൾ, അവർക്കറിയാം ആ കുഞ്ഞുങ്ങളെ എങ്ങനെയാണ് കൃത്യമായിട്ട് വളർത്തേണ്ടതെന്ന്. അതിനിടയ്ക്ക് കിടന്നുകൊണ്ട് കുറെ ആൾക്കാരെ അപ്പോൾ ധൈര്യമായിട്ട് ഇങ്ങനെ തന്നെ മുന്നോട്ട് പോവുക. കുട്ടി സഖാവ് എന്ന് പറഞ്ഞ പേജിന് എല്ലാ വിധത്തിലുള്ള ആശംസകളും നേരുന്നു.